മലപ്പുറത്ത് കാർ മാർഗം അസമിൽ നിന്ന് കേരളത്തിലെത്തിച്ച 333 ഗ്രാം ബ്രൗൺ ഷുഗറുമായി 3 അസം സ്വദേശികൾ പിടിയിൽ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ വളാഞ്ചേരി കൊട്ടാരത്ത് നിന്നാണ് ലഹരി സംഘത്തെ പിടികൂടിയത്. ലഹരി മാഫിയ സംഘത്തിലെ മറ്റു കണ്ണികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. സ്കെച്ച് പേപ്പറിൽ പൊതിഞ്ഞ് പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളിലാക്കി കാറിന്റെ ബമ്പറിനുള്ളിൽ പ്രത്യേക അറകളിൽ ഒളിപ്പിച്ചായിരുന്നു മയക്കുമരുന്ന് കടത്ത്. റോഡ് മാർഗം ലഹരി എത്തുന്നുണ്ടെന്ന ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. വളാഞ്ചേരി കൊട്ടാരത്ത് നടത്തിയ വാഹന പരിശോധനയിൽ 333 ഗ്രാമിലധികം ബ്രൗൺ ഷുഗറുമായി 3 അസം സ്വദേശികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അസം സ്വദേശികളായ സദ്ദാം ഹുസൈൻ, റഷീദുൽ ഇസ്ലാം, ഇസാസുൽ ഹഖ് എന്നിവരാണ് പിടിയിലായത്. ഡാൻസ് ഓഫും ലോക്കൽ പോലീസും കൂടി ചേർന്നിട്ടുള്ള ഒരു ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ജില്ലയിൽ ഇപ്പോൾ അടുത്തൊന്നും ഇത്രയും വലിയൊരു ഡിറ്റക്ഷൻ, അത് ഇൻ ദ സെൻസ് ഈ നമ്മുടെ ഒരുപാട് ലഹരി മരുന്നുകൾ നമ്മൾ വലിയ ക്വാണ്ടിറ്റിയിൽ പിടിച്ചിട്ടുണ്ടെങ്കിലും ബ്രൗൺ ഷുഗർ ഇത്രയധികം ക്വാണ്ടിറ്റിയിൽ പിടിക്കുന്നത് ഈ സമീപ ദിവസങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരാൾ 10 വർഷത്തോളമായി ഇവിടെ താമസിക്കുന്ന വന്നു പോകാറുണ്ട് പണി കഴിയുന്ന, മറ്റൊരാളൊരു 4 വർഷമായിട്ട് ഈ നാട്ടിൽ പണിയെടുക്കാൻ വേണ്ടി വരുന്നത്. ഒരാൾ ആദ്യമായിട്ട് തന്നെ കേരളത്തിലേക്ക് ഇവർക്ക് കൊടുത്തിട്ടാണ് ആസാം സ്വദേശിയാണ്. അവരവിടെ നിന്ന് മയക്കുമരുന്നുമായി വരുന്നുള്ളത് ഇൻഫർമേഷൻ നമുക്കുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനം നമ്മളവരെ വാച്ച് ചെയ്തുകൊണ്ട് വരികയാണ്. വിപണിയിൽ ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്നതാണ് പിടിച്ചെടുത്ത മയക്കുമരുന്ന് ശേഖരം. മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വിതരണം ചെയ്യുന്നതിനായാണ് ബ്രൗൺ ഷുഗർ എത്തിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. വളാഞ്ചേരി പോലീസും നാർക്കോട്ടിക് സ്ക്വാഡും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. കൊട്ടാരത്ത് വെച്ച് പ്രതികൾ സഞ്ചരിച്ചിരുന്ന കാർ തടഞ്ഞു നിർത്തി പരിശോധിക്കുകയായിരുന്നു. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. മലപ്പുറം ജില്ലയിൽ സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ ബ്രൗൺ ഷുഗർ വേട്ടകളിലൊന്നാണിത്. ലഹരി മാഫിയ സംഘത്തിലെ മറ്റു കണ്ണികളെക്കുറിച്ച് സൂചന ലഭിച്ചതായും അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ് അറിയിച്ചു. ന്യൂസ് മലയാളം, മലപ്പുറം.